കൊല്ലം, കൊച്ചി എന്നിവയായിരുന്നു ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കന്യാകുമാരി ജില്ലയിലെ കുളച്ചലും വാണിജ്യ കേന്ദ്രമായിരുന്നു. എളയെടുത്ത് സ്വരൂപം, മരുതൂർ കുളങ്ങര എന്നീ സംസ്ഥാനങ്ങളുമായി ഡച്ചുകാർക്ക് കരാറുകളുണ്ടായിരുന്നു. 1739 സിലോൺ ഡച്ച് ഗവർണറായ വാൻ ഇൻഹോഫ് കൊച്ചി സന്ദർശിച്ചു. മാർത്താണ്ഡവർമ്മ അവരുടെ വ്യാപാര താൽപ്പര്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലാക്കി. 1739 ഡച്ചുകാർ കൊച്ചി, കൊല്ലം, തെക്കങ്കൂർ, വടക്കങ്കൂർ, പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി ഒരു സഖ്യം സംഘടിപ്പിച്ചു. അയൽ രാജ്യങ്ങളുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിനെതിരായുള്ള പ്രതിഷേധം അവർ മാർത്താണ്ഡവർമ്മയെ അറിയിച്ചു. 1741 മാർത്താണ്ഡവർമ്മയെ ധിക്കരിച്ചുകൊണ്ട് വാൻ ഇൻഹോഫ് ഇളയെടുത്ത് സ്വരൂപത്തിലെ റാണിയെ അവിടുത്തെ ഭരണാധികാരിയായി നിയോഗിച്ചു. മാർത്താണ്ഡവർമ്മയാകട്ടെ തൻ്റെ സൈന്യത്തെ സംഘടിപ്പിച്ചു ഡച്ചുകാരെയും ഇളയെടുത്ത് സ്വരൂപത്തിൻ്റെയും സൈന്യത്തെ ആക്രമിച്ചു. ഇളയെടുത്ത് സ്വരൂപം തിരുവിതാംകൂറിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. സീലോണിൽ നിന്നും കുളച്ചിലോട്ട് ഡച്ചുകാർ വന്നിറങ്ങാൻ തുടങ്ങി. എന്നാൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ഡച്ച് കപ്പിത്താനായിരുന്ന ഡെലനോയ് ഉൾപ്പെടെ 24 യൂറോപ്യന്മാർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഡെലനോയെ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനാക്കി. ഡെലനോയ് തിരുവിതാംകൂർ പട്ടാളത്തെ യൂറോപ്യൻ പട്ടാളത്തെ പോലെ പരിഷ്കരിക്കുകയും ആധുനിക യുദ്ധ ഉപകരണങ്ങൾ അവർക്ക് വേണ്ടി നിർമ്മിക്കുകയും ചെയ്തു. ആറ്റിങ്ങൽ, കൊല്ലം, കായംകുളം, പന്തളം, അമ്പലപ്പുഴ, ഇടപ്പള്ളി, തെക്കങ്കൂർ, വടക്കങ്കൂർ എന്നീ നാട്ടുരാജ്യങ്ങളെ തിരുവിതാംകൂറിനോട് ചേർക്കുന്നതിൽ ഡെലനോയുടെ യുദ്ധതന്ത്രങ്ങൾ മാർത്താണ്ഡവർമ്മയെ ഏറെ സഹായിച്ചിരുന്നു. ഡച്ചു ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചു. ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയില്ലെന്നും തിരുവിതാംകൂറിൻ്റെ ശത്രുക്കളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയില്ലെന്നും ഉടമ്പടിയിൽ ഡച്ചുകാർ സമ്മതിച്ചു.